നിമിഷമിതാ ഇതാ ഇതാ അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ കൃപയൊഴുകും സമയമിതാ ഇതാ ഇതാ അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ ഭൂമിയിലെ സ്വർഗം ഇത് തിരുവോത്ഥാനദിനം ഭൂമിയിലെ സ്വർഗം ഇത് തിരുവോത്ഥാനദിനം അഖിലാണ്ടങ്ങളൊരു പോർക്കും ഈ പ്രതീഫലം ഈശോയുടെ തിരുക്കല്ലറയല്ലോ ഈ ബലിപീഠം ദൈവമഹത്വം നിറഞ്ഞു നിൽക്കും ഈ ബലിപീഠം ഈശോയുടെ തിരുക്കല്ലറയല്ലോ ഈ ബലിപീഠം ദൈവമഹത്വം നിറഞ്ഞു നിൽക്കും ഈ ബലിപീഠം തിരുയാകും നമ്മുടെ സൗഭാഗ്യം ഇവിടെ ഉയർത്തും ദൈവത്തിരിയും നമ്മുടെ സൗഭാഗ്യം ഇത് തിരുവോത്ഥാനദിനം അതിലാണ്ടങ്ങളൊരു പോർക്കും ഈ പ്രതീഫലം തിരുനിണമാം പകർന്നു നൽകാൻ സ്വർഗീയോലെ വിരികൾ തുറന്നി ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികം നമ്മളിന്ന് ആനിച്ചേച്ചിയുടെ കുടുംബത്തിൽ വെച്ച് ഒരുമിച്ച് നമ്മൾ ബലിയോടുകൂടി ആരംഭിക്കുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിലെ ഈ ഭവനത്തെയും ഈ കുടുംബ യൂണിറ്റിലെ ഓരോ കുടുംബങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ ഈ യൂണിറ്റിന് നേതൃത്വം നൽകുന്ന എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ നമ്മുടെ സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ക്രൈസ്തവ ഐക്യത്തിൻ്റെ ഏറ്റവും നല്ല പങ്കുവയ്ക്കലിൻ്റെ ഇടമാണ്. കുടുംബ കൂട്ടായ്മകളിലൂടെ നമ്മുടെ കൂട്ടായ്മയും ക്രൈസ്തവ സ്നേഹവും പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നൽകിയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് നന്ദി പറയാം. തുറന്നുള്ള യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേർന്നുകൊണ്ട് ക്രൈസ്തവ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ അനുഭവം കൂടുതൽ നുകരുവാനായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നും നമ്മുടെ കുടുംബങ്ങളിലെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെയും എല്ലാ ആവശ്യങ്ങളും എല്ലാ നിയോഗങ്ങളും ഇതിൽ വേദിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും തമ്പുരാന്റെ അനുഗ്രഹവും പ്രകാശവും ധാരാളമായി വർഷിക്കപ്പെടുവാനും പുതുതായ ക്രിസ്തു നമുക്ക് നൽകുന്ന ശിഷ്യന്മാർക്ക് ആശംസിച്ച സമാധാനം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നിറയപ്പെടുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ലോകങ്ങളായി കഴിയുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സമർപ്പിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ നടന്നു നിൽക്കുന്ന എല്ലാവരിലേക്കും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും വളരുവാനും ഓരോരുത്തരെയും സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ
നമ്മുടെ യൂണിറ്റിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാ ഭാരവാഹികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ ബലി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നേടാൻ ഒരുമയോടെ ബലി അർപ്പിക്കാം. ലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും ലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. ലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനീയ തൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മമ രാജാവേ, പാടും നിൻ തുകളെന്നും ഞാൻ
നിറഞ്ഞവനും പാരും തിരുനിന്നും അവനത്തിൻ മമതാനാമി മഹിമയ്ക്കലിൽ തലമുറ തലമുറയോടിന്നും സാധർമ്മങ്ങൾ സമാധാനം നമ്മുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേയും നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുലേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സ്തുതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. അതുവഴി വചനത്തിനനുസൃതമായ ജീവൻ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. എന്റെ സഹോദരരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സഹോദരി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിച്ഛേദന സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്കൊന്നിനും പ്രയോജനപ്പെടുകയില്ല. പരിച്ഛേദന സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു.
കൃപാവരത്തിൽ നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. നമ്മുടെ കർത്താവായ മിശിഹായിൽ സ്തുതി. ചുരുളഴിയുകയാൽ തിരുഹിതമെൻ മനസ്സറിയുകയാൽ സുവിശേഷം ആധേയം ഹല്ലേലൂയ ഹല്ലേലൂയ അകതാരിൽ വരവേൽക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിൽ സ്തുതി. അധ്യായം 17, 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങനിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ നിന്നിലും ആയിരിക്കുന്നതിനും അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അവർ അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണുവാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിൽ സ്തുതി. ശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഈ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സുന്ദരമായ ദിനത്തിൽ പ്രത്യേകമായിട്ട് ഈ വാർഷികത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ അതിരൂപതയിലെ സാമൂഹ്യ പ്രവർത്തനവുമായ സഹൃദയിലെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു. കുടുംബ യൂണിറ്റ് അംഗമായിട്ടുള്ള മേരി ചേച്ചി അവിടെ വർഷങ്ങളായിട്ട് അവിടുത്തെ അക്കൗണ്ടൻ്റായിട്ട് സേവനം ചെയ്യുന്നതാണ്. മേരി ചേച്ചിയാണ് ഇന്ന് കുർബാനയ്ക്ക് ഫാമിലി യൂണിറ്റിൻ്റെ വാർഷികമാണെന്ന് വരുമോ എന്ന് ചോദിച്ചത്. അത് മേരി ചേച്ചി ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നോ പറയാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇന്നിവിടെ വിശുദ്ധ ബലിയർപ്പിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മകളിലൂടെ നമ്മുടെ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ അനുഭവം തുറന്നും പങ്കുവെച്ച് കൊണ്ടുപോകുവാനായിട്ട് ഈ വാർഷികം കൂടുതൽ ശക്തിയും പ്രചോദനവുമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ അതിൻ്റെ ആഘോഷത്തിലും നമ്മൾ കഴിയുന്ന സമയമാണ്. ഉയർപ്പിന് ശേഷം കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയപ്പെടുന്ന ദിവസങ്ങളാണിത്. ഈ കർത്താവിൻ്റെ ഈ ഉത്ഥാനത്തിൻ്റെ സന്തോഷം നമ്മളിലേക്ക് നൽകുന്നത് തിരുവചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. അപ്പോൾ നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ള ആ ഒരു എത്രമാത്രം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് തിരുവചനം പറയുന്നില്ല. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അതിന് പരിധികളില്ല. കാരണം നമുക്കറിയാം പരിധികളില്ലാത്തൊരു സ്നേഹമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരെങ്കിലും നമ്മുടെ നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവരാണ്. അത് നമ്മൾ അത്രയും സ്നേഹത്തോടെ താലോലിച്ച് ഓമനിച്ച് വളർത്തുന്ന മകനെ മകളെ ഇതുപോലെ ഈ പിതാവായ ദൈവം ഈ ലോകത്തിലെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാപികളുടെ കൈകളിലേക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ നൽകുവാനായിട്ട് അവൻ തയ്യാറായി എന്ന് പറയുമ്പോൾ
നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട മകനെ ഏതെങ്കിലും അപ്പൻ ഇതുപോലെ തന്നെ പാപികളുടെ കൈകളിലേക്ക് കൊടുക്കുന്നതായിട്ടുള്ളൊരു കാഴ്ച, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം അതൊരിക്കലും അതിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, നമ്മുടെ ഈ ഒരു അപ്പൻ മകൻ എന്നുള്ള ബന്ധത്തിൽ നിന്ന് കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് പിതാവായ ദൈവം എത്രമാത്രം ആഴമായ സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഏകജാതനെ നമുക്കായിട്ട് ബലിയായിട്ട് കുരിശിൽ നൽകിയത്. അങ്ങനെ കുരിശിൽ നൽകിയതിലൂടെയാണ് നമുക്ക് ഈ ഉദ്ധാനത്തിൻ്റെ സന്തോഷവും ആനന്ദവും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ സ്നേഹമാണ്, നമ്മളോടുള്ള ആഴമായ സ്നേഹമാണ് കുരിശിൽ കാണുന്നത്, ഉദ്ധാനത്തിൽ കാണുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മകളിലേക്ക്, കുടുംബ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ജെറുസലേം ദേവാലയം പണിയാനുണ്ടായ സാഹചര്യവും അത് പണിയപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെയും കുറിച്ച്, തിരഞ്ഞെടുത്ത ആ സ്ഥലത്തെയും കുറിച്ച് ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയാണ്. അത് രണ്ട് സഹോദരന്മാരാണ്. അവർ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിട്ട് താമസിച്ചുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. വളരെ നല്ല കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെ അവരെ കൃഷി അവസാനം വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ ഒരാൾക്ക് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്, ഒരാൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ല, വിവാഹം കഴിച്ചിട്ടില്ല. എന്നാൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് കൃഷി ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അങ്ങനെ അവരുടെ വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ അവർ വളരെയധികം വിളവ് ലഭിച്ചു. അപ്പോൾ വിളവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട്, എന്നെ നോക്കുവാനായിട്ട് അവരുണ്ട്, അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധിക വിളവ് ആരുമില്ലാത്ത, ഈ പറയുന്ന കല്യാണം കഴിക്കാത്ത, മക്കളില്ലാത്ത എൻ്റെ സഹോദരന് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വിവാഹിതനായിട്ടുള്ള സഹോദരൻ രാത്രി കുറേ ധാന്യങ്ങളുമായിട്ട് ഈ പറയുന്ന വിവാഹിതനല്ലാത്ത സഹോദരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അപ്പുറത്ത് സംഭവിക്കുന്നത്, അടുത്ത വീട്ടിൽ സംഭവിക്കുന്നത്, ഈ വിവാഹിതനല്ലാത്ത സഹോദരൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഒരുപാട് വിളവ് ലഭിച്ചിട്ടുണ്ട്, എനിക്കിത് ഇത്രയും ആവശ്യമില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, എനിക്ക് ഭാര്യയില്ല, മക്കളില്ല. എന്നാൽ അവനാകട്ടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധിക വിളവ് അത് എൻ്റെ സഹോദരന് കൊടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ വിവാഹിതനല്ലാത്ത ഈ സഹോദരനും രാത്രി കുറേ ധാന്യങ്ങളുമായിട്ട് തൻ്റെ പരിചാരകരുമായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും രാത്രി വീട് വിട്ടിറങ്ങുകയാണ് ധാന്യങ്ങളുമായിട്ട്. അവസാനം ഇവരുടെ യാത്രയിൽ ഇവരുടെ വയൽ വരമ്പത്ത് വെച്ചുകൊണ്ട്, ഇവരുടെ കൃഷിയിടത്ത് വെച്ചുകൊണ്ട്, രണ്ടിൻ്റെ നടുവിൽ വെച്ചുകൊണ്ട് ഇവർ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ വിവാഹിതനായ സഹോദരൻ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോണത്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു, എനിക്ക് ലഭിച്ച അധിക വിളവ് നിനക്കായി നൽകുവാനായിട്ട് വരികയാണ്. അപ്പോൾ ഈ വിവാഹിതനല്ലാത്ത സഹോദരൻ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നിന്റെ വീട്ടിലേക്കാണ് വരുന്നത്, കാരണം നിനക്ക് ആരുമില്ലാത്തതാണ്. ആരുമില്ലാതാകുന്ന സാഹചര്യത്തിൽ നിന്നെ സംരക്ഷിക്കുവാനായിട്ട് ആരുമില്ലാതാകുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് ലഭിച്ച അധിക വിളവ് നിന്റെ വീട്ടിൽ നൽകുവാനായിട്ട് വരികയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ട് സഹോദരങ്ങളും അവിടെ വാരിപ്പുണർന്ന് കെട്ടിപ്പുണർന്ന് അവർ പൊട്ടിക്കരയുന്ന കഥയാണ് അവിടെ അവസാനിക്കുന്നത്. എന്നിട്ട് കഥാകാരൻ പറയുകയാണ്, ആ രണ്ട് സഹോദരന്മാർ കണ്ടുമുട്ടിയ ഇടമാണ് ജെറുസലേം ദേവാലയം പണിയുവാനായിട്ട് തിരഞ്ഞെടുത്തെന്നാണ് കഥാകൃത്ത് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ദേവാലയം പണിയുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഇടമാണ് ദേവാലയങ്ങൾ പണിയപ്പെടുന്ന ഇടങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ കുടുംബ യൂണിറ്റ് വാർഷികങ്ങളും ഇതുപോലെ ദേവാലയങ്ങളും ആയിത്തീരുന്ന ഇടങ്ങളാണ്. കാരണം പരസ്പരം സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിലെ സാഹോദര്യത്തിൻ്റെ ഇടമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഇടങ്ങൾ മാറേണ്ടതാണ്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഇടങ്ങൾ മാറാനായിട്ട്, അതിനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. തൻ്റെ പുത്രനെ പോലെ നൽകുവാനായിട്ട് തയ്യാറായ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ബലിയായി നൽകുവാനായിട്ട് തയ്യാറായ പുത്രനായ ഈശോ നമ്മളെ അതിനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ ആ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ യൂണിറ്റ് വാർഷികങ്ങളും കൂട്ടായ്മകളും എന്നും നടക്കേണ്ടത്. സ്നേഹത്തിൻ്റെ നിറവിലായിരിക്കണം നമ്മുടെ ഈ കൂട്ടായ്മകൾ നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് വലിയ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പങ്കുവെപ്പിൻ്റെ, ക്രൈസ്തവമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഇടമായിട്ട് നമ്മുടെ കുടുംബ യൂണിറ്റ് കൂട്ടായ്മകളും കുടുംബ യൂണിറ്റ് വാർഷികങ്ങളും കുടുംബ യൂണിറ്റ് സമ്മേളനങ്ങളൊക്കെ മാറ്റപ്പെടുക. നമുക്ക് തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന രണ്ട് സ്ഥലങ്ങളാണ് ബാബേലും അതോടൊപ്പം തന്നെ പന്തക്കോസ്ത സ്ഥലവും. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ബാബേൽ ഗോപുരം പണിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ അവർക്ക് ഭാഷകൾ ചിതറിക്കപ്പെടുകയാണ്. അഹങ്കാരം കൊണ്ട് ഭാഷകൾ ചിതറിക്കപ്പെടുന്ന ഒരിടമായിട്ട് ബാബേൽ ഗോപുരവും അതിനെ പണിയുന്ന സ്ഥലവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളുമൊക്കെ നമ്മൾ തിരുവചനങ്ങളിലൂടെ വായിച്ചെടുക്കുമ്പോൾ, പന്തക്കോസ്ത ആകട്ടെ ശിഷ്യന്മാരെ, ഒരു ഭാഷയും അറിയാത്ത മുക്കുവന്മാരായിട്ടുള്ളവരെ ജെറുസലേമിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ അവരുടെ ഭാഷകളിൽ പ്രഘോഷിക്കുമ്പോൾ
എല്ലാവർക്കും, ഗ്രീക്കുകാർക്കും പാർത്തിയക്കാർക്കും അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അവരുടെ ഭാഷകൾ മനസ്സിലാവുകയാണ്. മുക്കുവന്മാരായിട്ടുള്ള ഈ പറയുന്ന സാധാരണക്കാർ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയായിട്ട് ക്രിസ്തുവിന്റെ ചൈതന്യം നിറയപ്പെടുന്ന പത്രോസിന്റെയും സ്ലീഹന്മാരുടെയും പുസ്തകങ്ങൾ മാറുകയാണ്. പ്രിയമുള്ളവരെ, ബാബേലിന്റെ ഇടം അഹങ്കാരത്തിന്റെ ഇടമായപ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഇടം പന്തക്കോസ്താരുടെ ഇടമായി മാറിയപ്പോൾ, നമ്മുടെയൊക്കെ ഇടങ്ങൾ ബാബേലിന്റെ ഇടങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഈ പരസ്പരം മനസ്സിലാക്കുവാൻ പറ്റാതെ അഹങ്കാരത്തിൻ്റെതായ ജീവിതത്തിന്റെ തലങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ താല്പര്യങ്ങളൊക്കെ മാറുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും ഒക്കെ ബാബേൽ ഗോപുരങ്ങളായിട്ട് മാറുകയാണ്. അതിന്റെ അവസാനം അഹങ്കാരമായതുകൊണ്ട് തന്നെ അതിന്റെ അവസാനം നാശമായിരിക്കും. അപ്പോൾ അഹങ്കാരത്തിന്റെ വഴികൾ വിട്ടുകൊണ്ട് പന്തക്കോസ്തായുടെ ക്രിസ്തു ചൈതന്യത്തിൽ നിറയപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മകളിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മകൾ വളരുവാനായിട്ട് ഈ കുടുംബ യൂണിറ്റ് വാർഷികം നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളും ഈ പന്തക്കോസ്തായുടെ ഇടങ്ങളായിട്ട് മാറണം. കാരണം അപ്പം പറയുന്നത് മക്കൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും ഇങ്ങനെയുള്ള മനസ്സിലാക്കലുകൾ പലപ്പോഴും സംഭവിക്കുന്നില്ല. കാരണം നമ്മളൊന്ന് കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംസാരങ്ങൾ വളരെ കുറവാണ്, എന്നാൽ മുഖഭാവങ്ങളിൽ വിരിയുന്ന ഭാവങ്ങൾ അതിനേക്കാൾ വളരെ ശക്തമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശാരീരികമായ ഭാഷ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെതായ ഭാവങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമ്മുടേതായിട്ടുള്ള വികാരങ്ങളും നമ്മൾ പങ്കുവയ്ക്കപ്പെടുന്നത്. നമ്മൾ സംസാരിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. ജീവിതത്തിൽ സംസാരങ്ങൾ നിന്നുപോയ ഇടങ്ങളിലൊക്കെ ശാരീരികമായ ഭാഷകൾ കൊണ്ടാണ്, മുഖഭാവങ്ങൾ കൊണ്ടാണ് വളരെ മ്ലാനമായിട്ടുള്ള മുഖങ്ങളുമായിട്ട് കഴിയുന്ന കുടുംബത്തിലുള്ളവർ, അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ ഈ മുഖഭാവങ്ങൾ വായിച്ചറിയുവാൻ പറ്റാത്ത, ആ ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത ഇടങ്ങളായിട്ട് മാറിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ പന്തക്കോസ്തായുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. കാരണം ഈ മുഖഭാവങ്ങളും ശാരീരികമായ ഭാവങ്ങളും അവളുടെയും ഒക്കെ ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെയൊക്കെ മുഖഭാവങ്ങളും ശാരീരികമായ ഭാഷകളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉള്ളിൽ നിറയുന്ന ജീവിതത്തിൻ്റെതായിട്ടുള്ള സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളും ആകുലതകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു പന്തക്കോസ്തായുടെ ഇടമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറുമ്പോൾ അത് സ്നേഹത്തിന്റെ ഇടമായിട്ട് മാറും. നമ്മുടെ കുടുംബ യൂണിറ്റുകൾ അങ്ങനെ മനസ്സിലാക്കുന്ന ഇടങ്ങളാകുമ്പോൾ ബുദ്ധിമുട്ടുന്ന, ക്ലേശത അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, പങ്കുവയ്ക്കലിന്റെ ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് കുടുംബ യൂണിറ്റുകൾ മാറും. അത്തരത്തിലിടങ്ങളായിട്ട് നമ്മുടെ കുടുംബ യൂണിറ്റുകളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ മാറട്ടെ. അതിനായിട്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാർഷികം അതിന് നമ്മളെ ശക്തരാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയാണ് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വായിച്ചു കേട്ട തിരുവചനവും ഒന്നായിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഒന്നായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഒന്നായിരിക്കാം. ഒന്നായിരിക്കണമെങ്കിൽ ഈ പറയുന്ന ഈ പന്തക്കോസ്തായുടെ സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ യൂണിറ്റുകളിലും ഒന്നായിരിക്കണമെങ്കിൽ ഈ സ്നേഹത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അനുഭവങ്ങളും ജീവിതത്തിൻ്റെതായ ഭാരങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നമുക്ക് വളരുവാനായിട്ട് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന നൽകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, അങ്ങയുടെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടി കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ ജീവൻ നൽകി കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പ്രധാനം പുത്രനും പരിസ്ഥനം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായ അങ്ങയുടെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ടതിനെ നിറയ്ക്കണമേ. അങ്ങയുടെ പുസ്തകാരത്തിൽ പങ്കുചേർന്ന് ഉദ്ധാനത്തിന്റെ മഹത്വത്തിന് യോഗ്യരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും നിരന്തരം വസിക്കുവാനിടയാക്കണമേ.
സകലത്തിന്റെയും നാഥായ നയിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപയുടെ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം കുറച്ചു നിൽക്കുകയും ചെയ്യട്ടെ. കർത്താവേ ഞങ്ങളിതാ വരുന്നു, ആനന്ദത്തോടി വീശരിച്ചൻപോടി ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും കർത്താവേ ഞങ്ങളിതാ വരുന്നു, ആനന്ദത്തോടി സ്വീകരിച്ചോടെ ആശീർവദിക്കൂ തമ്പുരാനേ. ഹൃദയത്തിൽ വരുന്ന എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ചേർത്ത് വെക്കാം. ും സ്തുതിയെന്നും ശിവാംബികയെയും മറിയൂസേപ്പിനെയും ആദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. കർത്താവെന്നും നീക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. വലിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഇവരെല്ലാരും അഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ
കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കൃപാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുവിൻ. ദൈവം തന്റെ ദേശം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാവുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, നിങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുവാൻ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സൂഖാതൻ സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഹൃദയവികാരവിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയവികാരവിചാരങ്ങൾ പൂർവപിതാവാം യാക്കോബിൽ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ അഖിലചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രൂപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, Hosanna, Hosanna.
രാജനമേശുനാഥ വിൺമേഘച്ചിറകില്ലാഗതനായി തപ്പുകളോടെ കിന്നരമോടെ രാജമഹേശനെ എതിരേൽക്കാം. രാജാതിരാജനമേശുനാഥ വെൺമേഘച്ചിറകിൽ ആഗതനായി തപ്പുകളോടെ കിന്നരമോടെ രാജമഹേശനെ എതിരേൽക്കാം. ബലവാനാകും പരിശുദ്ധനാം ദൈവം പരിപാലകനാകും യാതൊരുച്ചായ. കർത്താവായ ദൈവമേ, ഈ സ്തുതിഗീതങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസരങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും നഗരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനമുണ്ടാകുവാൻ വേണ്ടിയും യോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നന്മലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ.
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഈ ബലി ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ ബലി ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാതിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പി നിൽക്കൂ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പി നിൽക്കൂ. ആർദ്രതയോടെന്നും കാക്കും നിന്നിപ്പുകൾ പാടുവതോ പുണ്യം ധന്യനീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻപുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാമിനാരാധന ആത്മകനീടുന്നാരാധന ആത്മനാഥാമിനാരാധന ആത്മകനീടുന്നാരാധന. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രസങ്ങളെ നമുക്കെല്ലാവർക്കും പരമാവധി സമീപിക്കാം. രണ്ടാമത്തെ അനുസരണത്തോടെ അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പക്ഷി തെറിച്ചുകൊണ്ടും സൗഹൃദത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും ഗ്രഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവദേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാക്കളും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാതിരുന്നേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ജനങ്ങളെ വരുവിൻ, കർത്താവിന്റെ മരണത്തിന്റെ ഉയർപ്പിനെയും നിത്യസ്മാരകമായ മഹാരഹസ്യങ്ങളെ പ്രത്യാശപൂർവ്വം നമുക്ക് സമീപിക്കാം. മിശിഹായുടെ തിരുശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. സ്വർഗീയവാതിൽ തുറന്നോയിരിക്കാൻ തിരുമാരക്തത്താൽ വീരുന്നൊരുക്കി. കാതുൽ താമലയിൽ ചുടുചോര ചിന്തി ഈശോയൻ പാപ പരിഹാരമാ. സ്വർഗീയവാതിൽ തുറന്നോയിരിക്കാൻ തിരുമാരക്തത്താൽ വീരുന്നൊരുക്കി. ഈശോയേ എന്നിൽ വന്നിടണേ, ഈശോയേ എന്നിൽ അലിഞ്ഞിടണേ, ഈശോയേ എന്നിൽ വന്നിടണേ, ഈശോയേ എന്നിൽ അലിഞ്ഞിടണേ. സ്നേഹത്തിൻ സാന്ത്വനം പകർന്നു നൽകാൻ സ്നേഹത്തിൻ പറുദീസ തീർത്തുനാഥൻ. സ്നേഹത്തിൻ സാന്ത്വനം പകർന്നു നൽകാൻ സ്നേഹത്തിൻ പറുദീസ തീർത്തുനാഥൻ. ജീവൻ സമൃദ്ധമായി നൽകിയിടുവാൻ തിരുവോത്തിയായി നിലനിടുന്നു. ജീവൻ സമൃദ്ധമായി നൽകിയിടുവാൻ തിരുവോത്തിയായി നിലനിടുന്നു. ഈശോയേ നീ വന്നിടണേ, ഈശോയേ നീ അലിഞ്ഞിടണേ, ഈശോയേ നീ വന്നിടണേ,
സന്തോഷത്താ പുരോഹിത കരങ്ങളിൽ നീ ഉയരുമ്പോ ഉണരും എന്നാത്മാവും സന്തോഷത്താ ആയിരം തീരി തെളിച്ചെന്നാത്മകോവിൽ ആരാധ്യനെ സ്തുതി വാഴ്ത്തിടും ഞാൻ ആയിരം തീരി തെളിച്ചെന്നാത്മകോവിൽ ആരാധ്യനെ സ്തുതി വാഴ്ത്തിടും ഞാൻ താമലയിൽ ചുടുചോര ചിന്തി ഈശോയൻ പാപ പരിഹാരമാ സ്വർഗീയവാതിൽ തുറന്നോ എനിക്കാൻ തിരുമാരക്തത്താൽ വീരുന്നൊരു പരിസ്ഥാനങ്ങൾക്ക് വാർത്താൽ സർഹവും പരിസ്ഥവും വിധായകവും ദൈവവുമായ ഈ ദിവസങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവിടെ അഥവായ ദൈവത്തിന് സ്തുതികൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങേ മകനീയ നേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവേ ആശ്രയിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ധീരവോടു നമ്മിൽ വർഷിച്ചു. ലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിൽ പങ്കാളികളായ അഖിലർക്കും ദൈവം കനിവാൻ മരുളത്തെ ദിവ്യാഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവണ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളത്തെ ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും നരകങ്ങൾ കൈക്കൊണ്ടവരാകിലരിലും ദൈവം വരനീർ സുരിയത്തെ കുരിച്ചടയാളം വഴിയായി നാം സംരക്ഷിതരാതീരത്തെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരടമേ സുസ്തി. നിലയിൽ കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങനത്തെ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസപ്പെടുത്തുന്ന അവരുടെ കുറിച്ചപ്പെട്ട ജനങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ മനയുള്ള നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരത്തിന്റെ മകനെ മുദ്രവച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകങ്ങളെയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹം ലോകത്തെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷിക്കുന്നവർ ജീവിതവാരാനന്ദവും ആശ്വാസവും പരസ്പര സൗഭാഗ്യവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.